വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. പത്തനംതിട്ടയിൽ 1-ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ സ്വകാര്യ ആശുപത്രി അധികൃതരെ സഹായിക്കാൻ പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്തിയെന്ന് ബാലാവകാശ കമ്മീഷൻ. മരണകാരണമായി രേഖപ്പെടുത്തിയ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ കൊണ്ട് മരണം സംഭവിക്കില്ലെന്നാണ് ഡോക്ടർമാരുമായി സംസാരിച്ച് കമ്മീഷനെത്തിയ നിഗമനം. റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ 10 ലക്ഷം രൂപ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. പോസ്റ്റ്മോർട്ടം ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട്. ഈ കുഞ്ഞുകുട്ടിയെ ചികിത്സിച്ച ഓർത്തോപീഡിക് ഡോക്ടർക്ക് ട്രാവൻകൂർ കൊച്ചിൻ ലൈസൻസ് ഇല്ലായിരുന്നില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീരുമാനം വന്നേക്കുന്നത് എക്സ്പെർട്ട് പാനൽ കമ്മിറ്റി കൂടി ഈ കുട്ടിയുടെ ഈ മരണത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് മരണകാരണമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ അത് അവർക്ക് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ഇത് വീഡിയോ റെക്കോർഡിംഗ് ഒന്നുകൂടെ പരിശോധിപ്പിച്ച് ജില്ലയ്ക്ക് വെളിയിലുള്ള ഒരു മെഡിക്കൽ കോളേജിലെ സീനിയർ ഫോറൻസിക് സർജനെ കൊണ്ട് പരിശോധിപ്പിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കാൻ വേണ്ടി DMOയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസിലേക്ക് ഇത് കൈമാറിയിട്ടുണ്ട്. അവരത് നേരെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കൈമാറിയെന്ന് പറയുന്നു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ റിപ്പോർട്ട് അവിടെ ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്നാണ് ഞങ്ങൾ 1.5 വർഷമായിട്ടും ഇതുവരെയും അത് തീരുമാനം ഉണ്ടാകുന്നില്ല. പക്ഷേ ബാലാവകാശ കമ്മീഷനിൽ നിന്നും ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിൽ നിന്നെക്കാട്ടിൽ നല്ല അന്വേഷണം ബാലാവകാശ കമ്മീഷനിൽ ഉണ്ടായെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. സർക്കാരിന്റെ ഭാഗമായ ബാലാവകാശ കമ്മീഷനാണ് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു തിരിമറിയെക്കുറിച്ച്, അത് ഗുരുതരമായ ഒരു ക്രമക്കേടാണ്, അതേക്കുറിച്ച് വ്യക്തമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഈ 1-ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ സംഭവിച്ച വീഴ്ച അത് അങ്ങനെയാണെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാത്തത് എന്താണ്? ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തുവരുന്നത് എന്താണ്? സുജയ, 2024 ഫെബ്രുവരി 1-നാണ് റാന്നി പ്ലാങ്കമൺ സ്വദേശിയായിട്ടുള്ള 1-ാം ക്ലാസ്സുകാരൻ ആരോൺ ബി വർഗീസിന്റെ മരണം സംഭവിക്കുന്നത്. സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വീഴുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള മർത്തോമ ആശുപത്രിയിലാണ് ആരോണിനെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം മാതാപിതാക്കൾ പറയുന്നത് കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി കൈയുടെ മുട്ടിന്റെ കുഴ തെറ്റി എന്നാണ് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ വേണമെന്ന് പറയുന്നു. അതിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അവർ വന്നിട്ട് പറയുന്നു കുട്ടി ഗുരുതരാവസ്ഥയിലാണ്, മറ്റൊരു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റണമെന്ന് പറയുന്നു. പിന്നീട് ഇതേ ആശുപത്രിയിലെ ആംബുലൻസിൽ തന്നെ ഈ ആരോണിനെ കോടഞ്ചേരിയിലെ മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആംബുലൻസിൽ കുട്ടിയോടൊപ്പം കയറാൻ മാതാപിതാക്കളെ അനുവദിച്ചില്ല എന്ന് മാതാപിതാക്കൾ തന്നെ പറയുന്നു. പകരം അതായത് ഫ്രണ്ട് സീറ്റിൽ ആംബുലൻസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിൽ മാത്രമാണ് മാതാപിതാക്കൾക്ക് ഇരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് ആരോണിനെ എത്തിക്കുന്നു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് വന്നപ്പോൾ 0 നാഡിയിടിപ്പായിരുന്നു എന്നുള്ളതാണ്, അതായത് മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സംശയങ്ങൾ തോന്നിയതുകൊണ്ട് മാതാപിതാക്കൾ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ബാലാവകാശ കമ്മീഷൻ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളൊക്കെ തേടിയ ശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൽ പറയുന്നത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിൽ ഫൈൻഡിങ്സിൽ അത് തെറ്റായി ഉണ്ടാക്കി, അതായത് റാന്നി മർത്തോമ ആശുപത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അതിൽ ചേർത്തു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ആ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നത് ഈ യൂറിനറി ഒരു ട്രാക്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ കൊണ്ട് ഒരിക്കലും കുട്ടിയുടെ മരണം സംഭവിക്കില്ല എന്ന് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അത് ബാലാവകാശ കമ്മീഷൻ ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം അവരുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ആ ഫൈൻഡിംഗ് അങ്ങനെയാണ് ഈ മരണം സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്തിയെന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഈ പോസ്റ്റ്മോർട്ടം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളാണ്. ഇത് ആരോഗ്യവകുപ്പിനെ ആരോഗ്യമന്ത്രിയൊക്കെ അറിയിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്തിയവർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അനസ്തേഷ്യ നൽകിയതിലെ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനസ്തേഷ്യ നൽകിയ ആൾക്കെതിരെ അടക്കം നടപടി എടുക്കേണ്ടതല്ലേ? ഒരു കുഞ്ഞിന്റെ മരണമല്ലേ സംഭവിച്ചത്? അങ്ങനെയുള്ള നടപടികളിലേക്ക് ഏതെങ്കിലും രീതിയിൽ കടന്നിട്ടുണ്ടോ പ്രവീൺ?
സുജയ, ഈ മരണം സംഭവിച്ചതിന് ശേഷം മാതാപിതാക്കൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചിരുന്നു, DMOയെ സമീപിച്ചിരുന്നു. DMO ഒരു പ്രത്യേക പാനൽ തയ്യാറാക്കി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു വിദഗ്ധ നിർദ്ദേശം വന്നത് ഇത് ഏതെങ്കിലും വിദഗ്ധരായിട്ടുള്ള മറ്റു ഡോക്ടർമാരെ കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ പരിശോധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതിനുശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു കത്ത് അയക്കുകയും ചെയ്തു. അതിനുശേഷം മാതാപിതാക്കൾ ഈ ഒരു മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെടുകയും ഇതിൻ്റെ തുടർ നടപടികൾ എത്രമാത്രമായിട്ടുണ്ടെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ അവർക്ക് വിവരം ലഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ വീഡിയോ പരിശോധിച്ച്, അതായത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ പരിശോധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തട്ടെ എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് വിവരാവകാശ മറുപടിയിൽ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആരോണിൻ്റെതായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു കത്തോ അവിടെ ചെന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ട് ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ ആരോഗ്യവകുപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആരോണിൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാതിയും. പിതാവ് കെ കെ വിജയനും അത് തന്നെയാണ് പറഞ്ഞത്. വിവരാവകാശ മറുപടിയിൽ പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ മാതാപിതാക്കളുടെ ആവശ്യം അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാതാപിതാക്കൾ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ആ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കത്ത് അവിടെ ലഭിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മരണകാരണം എന്നുള്ള നിഗമനത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് നിൽക്കുന്നു. അതേസമയം തന്നെ മാതാപിതാക്കൾ പറയുന്നു തങ്ങളുടെ മകൻ മരിച്ചത് റാന്നി മാർത്തോമ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷം അനസ്തേഷ്യ കൊടുത്തതിലുണ്ടായിട്ടുള്ള പാകപ്പിഴവാണ്, അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു. അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അടക്കം ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ടിയിരിക്കുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻ കൊണ്ട് മരണം സംഭവിക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ റാന്നി മാർത്തോമ ആശുപത്രി അധികൃതരെ സഹായിച്ചത് ആരാണ്? ഈ പോസ്റ്റ്മോർട്ടത്തിലെ കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് കൃത്യമായി പുറത്തേക്ക് വരാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തിരിമറി നടത്തുന്നതിന് ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നത്? അതിന്റെ ഉത്തരം കിട്ടിയേ തീരൂ. കാരണം നമ്മൾ അത്രയേറെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സംവിധാനമല്ലേ ഇത്, പ്രവീൺ? അതെ സുജി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കൈയുടെ മുട്ടിൻ്റെ ഭാഗത്ത് കൈയുടെ കുഴ തെറ്റിയെന്നാണ് മാർത്തോമ ആശുപത്രിയിലെ ഡോക്ടർമാർ ആദ്യം അറിയിച്ചത്. അത് ഒരിക്കലും ഒരു കുട്ടിയുടെ മരണകാരണം ആകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ആ സമയത്ത് ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറ്റുകയും ചെയ്തപ്പോൾ അവർക്കൊരു ടെൻഷനുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് കുട്ടി അത്യാസന്ന നിലയിലാണെന്ന് സ്വകാര്യ ആശുപത്രി മാർത്തോമ ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. മറ്റൊരു സംശയം നമുക്ക് തോന്നിയ ഒരു കാര്യം, ആംബുലൻസിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചതിന് ശേഷം കുട്ടി ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കാൻ മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. അവരെ ഡ്രൈവർ സീറ്റിൽ ആ ക്യാബിനിലാണ് അവരെ ഇരുത്തിക്കൊണ്ട് പോയതെന്ന് പറയുന്നു. പക്ഷേ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി മുത്തൂറ്റ് ആശുപത്രിയിൽ ചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് അവിടുത്തെ ഡോക്ടർ അറിയിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയ ആരോണിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? മാതാപിതാക്കൾ പറയുന്നത് അനസ്തേഷ്യ നൽകിയതിൽ പാകപ്പിഴവാണ് എന്നുള്ളതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതായത് മാർത്തോമ ആശുപത്രിയിലെ അന്ന് ചികിത്സിച്ച 2 ഡോക്ടർമാർക്ക് മതിയായിട്ടുള്ള യോഗ്യത, അതായത് കേരളത്തിൽ ചികിത്സിക്കുന്നതിനുള്ള ട്രാവൻകൂർ കൊച്ചി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്ന ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇത്രയും വലിയ ഒരു കാര്യം കണ്ടെത്തി അതിന്മേൽ ഇടപെടൽ കൂടി നടത്തുമ്പോൾ ഇതിൽ തുടർ നടപടികൾ എന്തെടുക്കും? അതാണ് നമുക്ക് അറിയേണ്ടത്, പ്രവീൺ പുരുഷോത്തമൻ. കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമല്ലോ. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ആരോപണവും മുന്നിലുണ്ട്. അപ്പോൾ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണോ കുഞ്ഞിന്റെ മരണകാരണം? അത് മറച്ചു വെക്കപ്പെട്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ? ഇക്കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. താങ്ക് യു, പ്രവീൺ പുരുഷോത്തമൻ.